ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് വരെയാണല്ലോ. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ അല്ലെങ്കിൽ ക്രിസ്മസ് ഡേക്ക് ഇടാൻ പറ്റിയ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ്, ലോങ് ഡ്രസ്സസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 4 ലോങ് ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതേ 4 ഡ്രസ്സാണ് എൻ്റെ ഇരിക്കുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ ലോങ് ഡ്രസ്സാണ്, എല്ലാം ഒരു നീ ലെങ്തിൻ്റെ താഴെ വരുന്ന ഡ്രസ്സാണ്. ഈ ക്രിസ്മസ് നമുക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് ഈ 4 ഡ്രസ്സ് യൂസ് ചെയ്ത് അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുമായിരുന്നു. അപ്പോൾ എല്ലാം ഒരു 600 താഴെയാണ് വരുന്നത്. 400 താഴെ വരുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് സംഭവം അഫോർഡബിൾ ആണ്. ഈ 4 ഞാൻ വാങ്ങിച്ചത് കവർ കാണുമ്പോൾ തന്നെ അറിയാം, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ എവിടെ നോക്കിയാലും പിൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. പിൻട്രസ്റ്റ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് പലരും റൂം ഡെക്കർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡ്രസ്സ് അടക്കം ഡിസൈഡ് ചെയ്യുന്നത് പിൻട്രസ്റ്റ് ആപ്പ് വഴിയാണ്. അത് അങ്ങനെ യൂസ് ചെയ്യാത്തവർ നോക്കിക്കോ, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു പിൻട്രസ്റ്റ് വൈബ് തരുന്ന ഒരു ഡ്രസ്സാണ് കാണിച്ചു തരുന്നത്. ഇത് ഒരു സമയത്ത് നല്ല ഈ സമയത്തും വൈബ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു റെഡും വൈറ്റും കൂടെ കോമ്പിനേഷനിൽ വരുന്ന എയർലൈൻ ലോങ് ഡ്രസ്സാണ്. അപ്പം ഞാൻ വാങ്ങിച്ച എല്ലാ ഡ്രസ്സിൻ്റെയും സൈസ് ലാർജ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്മോൾ തൊട്ട് എക്സ്ട്രാ ലാർജ് വരെ XL വരെ അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ തന്നെ ഇടാം, അല്ലാത്തവർക്ക് ഒരു ഇന്നർ വെച്ച് പെയർ ചെയ്യാം. ഞാനൊരു ഇന്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന്, ഒരു അടിപൊളി ഇന്നറാണ്. അതിൻ്റെ കൂടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ അത് തന്നെ വാങ്ങിക്കുവാണെങ്കിൽ അത് ഒരു 150 അടുത്തേ വരുന്നുള്ളൂ. ഭയങ്കര ക്വാളിറ്റി, അടിപൊളിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ടാഗ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലിങ്ങനെ ഒരു സ്ട്രൈപ്പ് വരുന്നുണ്ട്, ഇങ്ങനെ ഫ്രില്ലില്ലേ, ഫ്രില്ലെന്നല്ലേ പറയുന്നത്, അങ്ങനെ ഒരു ലോങ് ഫ്രില്ലാണ് വരുന്നത്. എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര ലോങ് ആണ്. കാല് മാത്രമേ കാണാവുള്ളൂ. അതിൻ്റെ തൊട്ട് മേളി വരെ ഇതിന് ലെങ്ത് ഉണ്ട്. ഞാൻ അത്രയും വിചാരിച്ചില്ല. ചിലപ്പം ഇനിയിപ്പോൾ അത്രയും വേണ്ടാന്നുള്ളവർക്ക് ഫ്രില്ല് അഴിച്ചു കളഞ്ഞാലും ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഒരു ഫ്രില്ല് അങ്ങ് അഴിച്ചു കളഞ്ഞാലും മതി. പക്ഷെ എനിക്ക് ഈ ഒരു ഇത് ഓക്കെയാണ്. പിന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് 411 രൂപയ്ക്കാണ്. പക്ഷെ ഇപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് കിടക്കുന്നത് 1 രൂപ കുറഞ്ഞിട്ടുണ്ട്, 410 രൂപ ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ബ്ലാക്കും കൂടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു റെഡും വൈറ്റും, ബ്ലാക്കും വൈറ്റും, കൂടുതലും യെല്ലോവും വൈറ്റും പിന്നെ ബ്ലൂവും വൈറ്റും. ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് പോകുന്ന ഐറ്റമാണ്. ടോപ്പ് ആണെങ്കിലും ഇതുപോലത്തെ ഉള്ള ലോങ് ഡ്രസ്സ് ആണെങ്കിലും. കംപ്ലീറ്റ്ലി കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കോട്ടൺ റയോൺ മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ റേറ്റിന് ഇത് അടിപൊളിയാണ്. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂഷ്വലി എല്ലാവരും ക്രിസ്മസിന് ഇടുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് കാണാം. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഒരു റെഡ് വൈറ്റ് തീമാണ്. നമുക്ക് വെറൈറ്റി പിടിച്ചാലും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ നമ്മൾ അവരെയും കൂടെ കൺസിഡർ ചെയ്യണം. ഫുള്ളി റെഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഫുള്ള് ഒരു ക്രേപ്പിന്റെ ഇന്നർ വരുന്നുണ്ട്. നല്ല ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ്. ഇതിനൊരു ലോങ് ഷ്രഗ് വരുന്നുണ്ട്. ഷ്രഗ് എന്ന് പറയാം, ഒരു ലോങ് ഷ്രഗ് വരുന്നുണ്ട്. ഉണ്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട്. ഇതൊരു 3/4 സ്ലീവ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിട്ട് വരുമ്പോൾ ഇത് ഫുള്ളുണ്ടാവും. പിന്നെ കോളർ നെക്കാണ് വരുന്നത്. താഴെ വരെ ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഇതും ലാർജ് സൈസ് തന്നെ ഞാൻ ഓർഡർ ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കൂടെ ഒരു ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഇന്നർ ഉണ്ട്. അപ്പോൾ ആ ഇന്നറിൻ്റെ മുകളിലാണ് ഇത് നമ്മൾ ഇടുന്നത്. അത് ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇന്നറാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. ആദ്യം ഈ ഇന്നർ ഇട്ടിട്ട് ഇത് ഓപ്പൺ ആക്കി ഇടാം. അതിഷ്ടമില്ലാത്തവർക്ക് ഇന്നറിന്റെ ലെങ്ത് നമ്മുടെ മുട്ടിന്റെ അവിടം വരെ വരുന്നുള്ളൂ. ഫ്രോക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഇറങ്ങി കിടക്കുന്ന ഇഷ്ടം. പിന്നെ ഇന്നറിന്റെ മുകളിൽ ഷ്രഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഷ്രഗിന് നല്ല നീളമുണ്ട്. ഇതിനേക്കാളും ഷ്രഗ് ഇറങ്ങി കിടക്കും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്ത് തന്നെ ഉണ്ട്. അപ്പോൾ ലെങ്ത്തിന്റെ കാര്യത്തിലൊന്നും പേടി. പിന്നെ ഈ ഷ്രഗ് വേറെയും ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ പോലെ നമുക്ക് ഏതെങ്കിലും ടോപ്പിന്റെ ഒക്കെ മേളിൽ പെയർ ചെയ്തിടാൻ പറ്റും. അങ്ങനെ ഒരു ഡ്രസ്സാണ് ഇത്. ഇത് മറ്റേതുപോലെയല്ല, സ്മോൾ തൊട്ട് XXL സൈസ് വരെ ഉണ്ട്. 439 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് കുറച്ച് പൈസ കുറച്ചിട്ടിട്ട് 436 രൂപയാണ് ഇപ്പൊ കറന്റ് റേറ്റ് കിടക്കുന്നത്. എന്തായാലും കംഫർട്ടബിൾ ആണ് സാധനം. പിന്നെ എൻ്റെ സൈസ് എനിക്ക് കുറച്ച് ലൂസ് ആയതുപോലെ. ഞാനിപ്പോൾ ഇത്തവണ വാങ്ങിച്ചതെല്ലാം ലാർജ് വാങ്ങിച്ചുകൊണ്ട്, നമ്മുടെ നോർമൽ സൈസ് നമ്മൾ ചിലപ്പോൾ ലാർജാണ് വാങ്ങിക്കുന്നത്, സ്ഥിരം വാങ്ങിക്കുന്നെങ്കിലും ചില സൈറ്റിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് മീഡിയം ഒക്കെ ഓക്കെ ആയിരിക്കും. അങ്ങനെ എന്തോ പണി കിട്ടിയെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ലൂസാണ്, പക്ഷെ അതർവൈസ് നല്ലൊരു അട്രാക്റ്റിംഗ് കളറാണ്. ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സുഖമാണ് ഇടാൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഇനി തേർഡ് ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു
കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കളർ എന്താന്ന്. ഒരു ബോട്ടിൽ ഗ്രീൻ ഡ്രസ്സാണ് ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. ഓൾറെഡി ഇങ്ങനത്തെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചെസ്റ്റ് പോർഷനിൽ ഒരു എലാസ്റ്റിക് പോലത്തെ സംഭവം വന്നിട്ട് താഴത്തേക്ക് ഒരു ലോങ് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്താണ് വന്നേക്കുന്നത്. ഒരു ഫ്രില്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ പഫ് സ്ലീവ് ആണ് വരുന്നത്. അതിൻ്റെ എൻഡിലായിട്ട് എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഒരു സ്ക്വയർ നെക്ക് ആണ് വരുന്നത്. സ്ക്വയർ നെക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് സ്ക്വയർ നെക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ആണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കാരണം ഈ ചെസ്റ്റ് പോർഷനിൽ ഈ എലാസ്റ്റിക് സംഭവം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഒതുങ്ങി ഷേപ്പ് ആയിട്ടിരിക്കും. എല്ലാവർക്കും ചേരുന്ന ഒരു ടൈപ്പാണ്. ഇതും ഞാൻ ലാർജാണ് ഓർഡർ ചെയ്തത്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഈ പ്ലെയിൻ കളേഴ്സിനോട് ഒരു ഇഷ്ടമുണ്ട്. പ്രിന്റ് വരുന്നതിനേക്കാളും എനിക്ക് പ്ലെയിൻ കളേഴ്സിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇതൊരു കാഫ് ലെങ്ത് മിഡി ഡ്രസ് ആണ്. അപ്പോൾ ഇത് എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL സൈസ് വരെ ഉണ്ട്. പിന്നെ ഇതൊരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ എന്ന് പറയുന്ന ഒരു ഡ്രസ്സാണ്. ഇവിടെ ഫിറ്റും ഇവിടെ ഫ്ലെയറും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്രിസ്മസിന് മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ഫിറ്റ്. നാലാമത്തെ ഔട്ട്ഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് ഡ്രസ് കോഡിലെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ 4 എനിക്ക് ഫസ്റ്റ് വന്ന ഡ്രസ്സ് ഇതായിരുന്നു. അപ്പോൾ ഈ സാധനം വന്നപ്പോൾ അത്രയും ക്വാളിറ്റി പ്രതീക്ഷയില്ല. കൂട്ടത്തിൽ ഒരു ഇച്ചിരി റേറ്റ് കൂടുതലുള്ളൊരു ഡ്രസ്സ് ഇതാണ്. പക്ഷെ റേറ്റ് കൂടുതലാണെങ്കിലും ആ റേറ്റിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. എന്താ പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയി. ഈ ഇത്രയും 4 ഡ്രസ്സിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണിത്. ഇതും ഒരു വൈറ്റ് ലോങ് ഡ്രസ്സാണ്. ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. 658 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ സാധനം ഇപ്പോൾ 689 രൂപയ്ക്കാണ് കിടക്കുന്നത്. ചിലപ്പോൾ റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ടാഗ് ചെയ്ത പ്രോഡക്റ്റ് കയറി നോക്കിയാൽ മതി. സ്മോൾ തൊട്ട് XL വരെ ഉള്ളൂ ഈ ഒരു ഡ്രസ്സിൻ്റെ സൈസ്. ക്രിസ്മസ് വൈബ് പോലെ തന്നെ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ഇല്ലേ, ആ ഒരു ഒക്കേഷനിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കോളർ നെക്കാണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങി തപ്പുന്ന ആൾക്കാരാണ് കണ്ടിട്ടുണ്ടാവും. ഇതൊരു ലോങ് സ്ലീവ് ആണ് വരുന്നത്. അതൊരു കഫ് സ്ലീവ് ആണ്. ഇതിൻ്റെ എൻഡിൽ ഒരു നല്ല ഒരു ബീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. അണ്ട് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇറങ്ങിയ കഴുത്താണ് വരുന്നത്. കുഴപ്പമില്ല, ഒരു വൈറ്റ് ഇന്നർ വെച്ച് പെയർ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ആലിയ കട്ട് കുർത്ത, അതുപോലെ ഒരു ക്രോസ് സംഭവം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കട്ടാണ് ഇവിടെ വരുന്നത്. ചില ഡ്രസ്സുകൾ നമ്മൾ തേച്ചിട്ട് പോകണം, ചില ഡ്രസ്സുകൾ നമ്മൾ എവിടെ വെച്ചാലും ഇങ്ങനെ ഇടാം, അത് അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനത്തെ ഒരു ഇതിൽ വരുന്ന സംഭവം ഉണ്ടാവും. ഈ ഡ്രസ്സൊന്നും ചുളിയത്തില്ല. അപ്പം ഇതൊരു ലോങ് ഡ്രസ്സാണ്. എനിക്ക് കൂട്ടത്തിൽ എൻ്റെ ഫേവറേറ്റ് ആണിത്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സിൽ 4ാമത്തെ ആൻഡ് ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലൊരു ടൈ ചെയ്ത പോലെയുള്ളൊരു നെക്കാണ് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഒരു ടൈ ചെയ്ത പോലെ. ഹേ ഗൈസ്, നിങ്ങൾ വിചാരിക്കേണ്ടോ ഈ വീഡിയോയുടെ ഇടയിൽ എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയും കൊണ്ട് വന്നതെന്ന്. സംഭവം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സംഭവം അറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വെച്ച ഡ്രസ്സ്, ലാസ്റ്റ് നമ്മൾ കാണിച്ച ഡ്രസ്സ്, അപ്പോൾ ആ ഡ്രസ്സിൻ്റെ സൈഡിൽ ഒരു സിബ് ഞാൻ കണ്ടു. ഫീഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണെന്ന് ആ ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടില്ല ഞാൻ. ഇത് ഫീഡിങ്ങിനുള്ളവർക്കുള്ളതാണ്. എന്തായാലും നല്ല ഡ്രസ്സാണ്, പക്ഷേ സൈഡിൽ ഫീഡിങ് സിബ് വരുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടു, അത് പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് അതുകൊണ്ട് തന്നെ ഞാനിത് മിക്കവാറും റിട്ടേൺ അയക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇടുമ്പോൾ നല്ലൊരു ലുക്കുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചു. സോ ഇത് പ്രശ്നമില്ലാത്തവരും കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് അത്രയും പറയാനുള്ളൂ. സോ ഇതാണ് നമ്മുടെ 4 ഔട്ട്ഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 4 പ്രൊഡക്റ്റും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇന്നർ ഇല്ലേ, ഇതിനകത്ത് പെയർ ചെയ്യേണ്ട ഇന്നർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചേക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതൊരു 200 താഴെ, 150, 170, 110 അങ്ങനെ അത്രയും കണ്ടൊക്കെ റേറ്റേ ഉള്ളൂ. അത് കുറച്ച് റേറ്റ് കുറവാണ്. മീഷോ അല്ലേ. ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ടാറ്റാ.